ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് നടക്കുന്ന വലിയൊരു ഡിബേറ്റാണ്. അത് വയനാട് ജില്ലയിൽ ചൂരൽമല, മുണ്ടകര ആ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രകൃതി ദുരന്തം നടന്നു. കേന്ദ്ര സഹായം വന്നില്ല. പ്രധാനമന്ത്രി പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു, മറ്റുള്ളവർ ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് KV തോമസ് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, കേരളത്തെ പ്രതിനിധീകരിച്ച്. ഉറപ്പായിട്ടും അത് ഹോം മിനിസ്റ്റർക്കാണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ റിപ്ലൈ വന്നു. അതായത് CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേരളത്തിൽ ഏകദേശം 650 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ കിടപ്പുണ്ട്, അവിടുന്ന് ഇവിടുന്നൊക്കെ പിരിച്ച പണം എല്ലാം കൂടെ ചേർത്ത്. ഇപ്പം എന്തുകൊണ്ട് ഇത് സ്പെൻഡ് ചെയ്യുന്നില്ല? അപ്പം അതിനുശേഷം കാര്യങ്ങൾ എന്താണ് ആവശ്യം എന്നുള്ള കാര്യത്തിലോട്ട് പിന്നീട് തിരിയാം. ഇപ്പോൾ കേരള ഹൈക്കോടതി സ്വയമേ കേസെടുത്തു. അതേപോലെ നേരത്തെ കേരള ഗവൺമെൻറ് സുപ്രീം കോടതി വരെ പോയിരുന്നു. കേരളത്തിൻ്റെ ആവശ്യമായ സംഭവങ്ങളൊന്നും പണം തരുന്നില്ല, അതുകൊണ്ട് സുപ്രീം കോടതി ഇടപെട്ട് കേന്ദ്ര സർക്കാരിനെ നിർദ്ദേശിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹം മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഏകദേശം നവംബർ 3-ാം തീയതിയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് ഡിമാൻഡ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർ മിനിസ്ട്രിയുമായിട്ട് ആ കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിക്കകത്ത് പോയ ശേഷം ഡിസ്കസ് ചെയ്ത ശേഷം അവസാനം ഇത് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇനിയും നമ്മൾ ചില കാര്യങ്ങളിലോട്ട് പോകണം. നേരത്തെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ബാലഗോപാൽ അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സഹായം തരുന്നില്ല, ഇന്ന പണം വെച്ചിരിക്കുന്നു, ഇന്ന തടഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ കൊടുത്ത മറുപടിയുണ്ട്, കേരളം പലതിൻ്റെയും കണക്ക് പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ പണം വരുവാൻ വേണ്ടി, ഈ കേരളത്തിൻ്റെ വിഹിതം പോകാൻ വേണ്ടി താമസിച്ച പ്രേമചന്ദ്രൻ MP-ക്കാണ് മറുപടി കൊടുക്കുന്നത്. പെട്ടെന്ന് കേരളത്തിലെ ബാലഗോപാൽ അങ്ങനെ കൊടുത്തിട്ടില്ല. സത്യമത. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ബാലഗോപാൽ എന്ന് പറഞ്ഞ ധനകാര്യം പോയിട്ട് ഒരു സാധാ കോപ്പറേറ്റീവ് ബാങ്കിലെ ക്ലർക്ക് പോലും ആകാൻ യോഗ്യതയില്ലാത്ത SFI DYFI എന്ന് മാത്രം പാർട്ടി ക്ലാസ്സിൽ മാത്രം പഠിച്ചു വന്ന ഒരു പൊണ്ണ ആ വാക്ക് ഉപയോഗിക്കുന്നത്. എൻ്റെ നാട്ടുകാരനാണ്, അയാൾക്ക് ഇതിനെപ്പറ്റി പുല്ലും അറിയത്തില്ല. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വയനാടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. കേരളത്തിൽ ഈ ഡിബേറ്റൊക്കെ TV യിൽ നടക്കുന്നത് ചിലപ്പോൾ ഞാൻ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ചോദിക്കുന്ന ആങ്കേഴ്സ്, അതായത് ടെലിവിഷൻ ന്യൂസ് ഡിബേറ്റ് ആങ്കർ ചെയ്യുന്നവർ, അവനും അറിയത്തില്ല എന്തോ ഈ കുന്തമെന്ന്. ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ വയനാടെന്ന് പറഞ്ഞ ജില്ലയിൽ 2 വില്ലേജുകൾ അല്ലെ ചെറിയ ഗ്രാമത്തിൽ നടന്ന സംഭവമാണ് ഈ ദുരന്തം. ആൾക്കാർ കൂടുതൽ മരിച്ചു. അതായത് ഒരു ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലെ ഒരു ജില്ലയിൽ മാത്രം നടന്ന ലോക്കൽ ഇഷ്യൂ ആണ്, ലോക്കൽ ദുരന്തമാണിത്. അത് ആദ്യം തലയിലിടുക. അപ്പോൾ ഇവർ പറഞ്ഞു തമിഴ്നാടിന് കൊടുത്തു, ത്രിപുരയ്ക്ക് കൊടുത്തു, ആന്ധ്രയ്ക്ക് കൊടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. അപ്പം ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നൊരു കണക്കുണ്ട്. ഇപ്പോൾ ഒരാൾ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ 1 ലക്ഷം 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അവിടെ 400 പേര് മരിച്ചു, അല്ലെങ്കിൽ 300. അപ്പം അത്ര കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തീർന്നു. 1. 2, പിന്നീട് ആ ഗ്രാമം നശിച്ചുപോയി. നിങ്ങൾ മനസ്സിലാക്കണം, വയനാട് ആ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ആ ഗ്രാമമാണ്. അതായത് കേരളം മുഴുവനും പോയൊരു സംഭവമൊന്നും അല്ല ഇത്. ആദ്യം പിടികിട്ടുക എങ്ങനെയാണ് കേന്ദ്രം സഹായിക്കുന്നതെന്ന്. തമിഴ്നാടിനെ പറ്റി പറയുന്നു, തമിഴ്നാട് 900 കോടി കൊടുത്തു. മൊണ്ണെ, തമിഴ്നാട് 11 ജില്ലകളിലാണ് ഈ സംഭവം ഉണ്ടായേക്കുന്നേ. അതിനകത്ത് എത്ര പേരാണ് കൊല്ലപ്പെട്ടവരുടെ കണക്ക് മാത്രമല്ല വരുന്നത്, മരിച്ചവരുടെ കണക്കല്ല വരുന്നത്. അവിടെ ഉണ്ടായ ടോട്ടൽ ഡാമേജ് എത്രയാണ്, എത്ര വീടുകളും എത്ര റോഡുകളും, ഇത് മുഴുവൻ എത്രമാത്രം ഡാമേജ് ആയി. ഇതിനൊരു കമ്മിറ്റി വരും, അവർ പഠിച്ച ശേഷമാണ് പറയുന്നത് ഇത്ര രൂപയാണ് നഷ്ടമുണ്ടായത്. അതനുസരിച്ചാണ് 900 കോടി കൊടുത്തത്. അപ്പോൾ കേരളത്തിൻ്റെ ചൂരൽമലയെ സംബന്ധിച്ച് അവർക്ക് 8000 കോടി ആവശ്യപ്പെടുന്നത്.
പിന്നെ മറ്റൊരു സംഭവം, അപ്പം പറയുന്നു ഈ 1 ലക്ഷം രൂപയാണ് വീട് വെക്കാൻ കൊടുക്കുന്നത്. സത്യമാണ്, കേന്ദ്രം കൊടുക്കുന്നത് 1 ലക്ഷം 1.5, കാരണം ഇന്ദിരാ ആവാസ് യോജനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് 1.5 ലക്ഷം രൂപയാണ് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നത്. അത് കേരളത്തിന് വേണ്ടിയല്ല, എല്ലാ സ്റ്റേറ്റുകളിലും അത്രേ കൊടുക്കുന്നുള്ളൂ. മറ്റുള്ള ഡാമേജ് ആണ് സംഭവം. അപ്പൊ കേരളം പറഞ്ഞു ഞങ്ങൾ 1 ലക്ഷം 1.5 ലക്ഷത്തിന്റെ വീടുകളിൽ താമസിക്കില്ല. അത് സമ്മതിച്ചു. ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ ടൗൺഷിപ്പ് ഉണ്ടായി കൊടുക്കുന്ന എവിടെങ്കിലും? ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ചോദ്യമായത്. അത് കേന്ദ്ര സർക്കാരിൻ്റെതല്ല. ഇപ്പം കേരള ഗവൺമെൻറ് പറയുന്നു അവർ ഇത്ര ഏക്കർ പ്ലാന്റേഷൻ തോട്ടം വാങ്ങിയിട്ട് അവിടെ ആൾക്കാർക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അവർക്ക് ഓരോ വീടുകൾക്ക് ഇത്ര ലക്ഷം. അത് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? കാരണം അല്ലെങ്കിൽ ഇത് എല്ലാ സ്റ്റേറ്റിനും ഇത് സംഭവം വീണ്ടും വീണ്ടും മാറി വരും. ഇത് ആദ്യം ഒന്ന് ബോധ്യമാക്കുക. കാരണം ഇത്രേ പറ്റത്തുള്ളൂ. ബാക്കി സ്റ്റേറ്റാണ് ഇത് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് എവിടുന്നെങ്കിലും പടം എടുക്കുകയോ ടൗൺഷിപ്പ് ഉണ്ടാക്കുകയോ പിരിക്കുകയോ പറിക്കുകയോ എന്ത് വേണം ചെയ്തോണം. അപ്പൊ അത് കേന്ദ്രം കൊടുക്കില്ല. അപ്പോൾ അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്, പലതും ഉണ്ട്. പെട്ടെന്ന് കേരളത്തിന് വേണ്ടി ഒരു വീടുണ്ടാക്കാൻ ഓരോ ആൾക്കാർക്ക് 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിനകത്തുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ വെതറും ഇതേപോലെ നാച്ചുറൽ കലാമിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്. കേരളം എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റേറ്റാണ്. ഇന്ത്യയിലെ വലിയ സ്റ്റേറ്റുകളുണ്ട്. ഇപ്പോൾ ആന്ധ്രയാണെങ്കിലും മറ്റുള്ള ഓരോ UP ആണെങ്കിലും ബീഹാർ ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും രാജസ്ഥാൻ, ഇപ്പോൾ ഡ്രൗട്ടും ഇതൊക്കെ ഭയങ്കര പ്രശ്നം. അവിടെ വീട് നശിച്ചു. വെള്ളപ്പൊക്കത്തിൽ ബീഹാറിൽ പലപ്പോഴും ഈ ഗംഗാ നദി ഇപ്പം ഈ പ്രാവശ്യം ഒഴുകുന്ന രീതിയിലായിരിക്കത്തില്ല 2 വർഷം കഴിയുമ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ആ നദി ഒഴുകുന്നത്. കാരണം ഒരു ഗ്രാമത്തിൻ്റെ മേളിൽ കൂടെ പോയി വേറെ റൂട്ട് ഉണ്ടാക്കുക. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സംഭവമൊക്കെ. അപ്പം അവിടെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയി. അത് 3-4 ജില്ല വഴി കയറി അത് പോകുന്നത്, ഒരു ഗ്രാമമല്ല. അതായത് ആദ്യം മനസ്സിലാക്കുക ഇതെന്തോ സംഭവം. അല്ല, എനിക്ക് ഐ എം റിയലി ഷോക്കിംഗ്. അപ്പം ഈ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുന്ന ഈ സിവിൽ സർവീസ് ഓഫീസറുണ്ട്, സീനിയർ ഓഫീസർ, അവർക്ക് ഗവൺമെന്റിന് പറഞ്ഞു കൊടുക്കണം ബേസിക്കലി എന്താണ് ഇഷ്യൂ. ഇത് കൊടുക്കില്ല. അത്രയും എങ്ങനെ കൊടുക്കാൻ പറ്റും? കാരണം ഇന്ത്യയുടെ ഇപ്പോൾ ഒരു നാഷണൽ ആവറേജ് ഉണ്ടല്ലോ. ഇപ്പം ഇന്ത്യയിലെ വീടുകൾ നശിച്ചു പോയി കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തം അതിനെത്ര കൊടുക്കുന്നത്? അതിന് കേരളത്തിന് വേണ്ടി ഓരോ വീടിന് 5 ലക്ഷവും 10 ലക്ഷവും ഇപ്പൊ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇപ്പൊ ടൗൺഷിപ്പ് ഉണ്ടാക്കണം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് വന്ന് ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു? ഇത് നടക്കുന്ന കാര്യമല്ല. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് താല്പര്യമുണ്ടെങ്കിൽ അവിടെ എങ്ങാണ്ട് പ്ലാന്റേഷന്റെ സ്ഥലം അവരോട് ചോദിക്കാതെ പണം കൊടുക്കാതെ എടുത്തു കഴിയുമ്പോൾ അവൻ കൊണ്ട് ഹൈക്കോടതി കൊണ്ട് കേസ് കൂടെ സ്റ്റേ ആയി. ഇപ്പൊ കേരളത്തിന്റെ കയ്യിൽ ഈ പണമുണ്ട്, 10-600 കോടി രൂപ. അവർക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് ടൗൺഷിപ്പ് ഉണ്ടാക്കുക, അവരെ താമസിപ്പിക്കുക. ഇത് നോർമലായിട്ട് ചിന്തിക്കുക. കേരളം എന്ന് പറഞ്ഞ കോടകം സ്റ്റേറ്റിൽ കിടന്നുകൊണ്ട് ഇവിടുത്തെ പത്രക്കാരന്മാർ ഞാൻ കണ്ടു 2 TV-ക്കകത്തൂടെ. ബേസിക്കലി ഇവർക്ക് ബോധമില്ല ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി. ഇപ്പം അവിടെ പോയി ഒരുത്തം പറയുവാണ് അവന് കിറ്റ് കിട്ടുന്നില്ല. ഈ സംഭവം കഴിഞ്ഞിട്ട് ഇത്രയും മാസമായി. അവൻ ആരോഗ്യമുള്ളവന്, അവൻ ഈ ഗവൺമെന്റ് ചെലവിന് ഓസിന് കഴിയാൻ വേണ്ടി അവന് കിറ്റില്ല. അത് വലിയ വാർത്തയോടെ. നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട് 1 വർഷം കോവിഡിന് ഫ്രീ ആയിട്ട് കിറ്റ് കൊടുത്ത് 500 രൂപയുടെ കിറ്റ്? ഒരു കുടുംബം 500 രൂപയും കൊണ്ടല്ലേ ജീവിക്കുന്നത്? അതായത് ഗവൺമെന്റിന് അത് ബോധമാവണം. ഡിസാസ്റ്റർ കഴിഞ്ഞു ആൾക്കാരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, അവരെ താമസിപ്പിക്കുക, അതിന് വാടക കൊടുക്കുന്നുണ്ട്. ഇമാരോട് പോയി ജോലിക്ക് പോകാൻ പറ. അല്ലെ ലൈഫ് മുഴുവനും കിറ്റ് കൊടുക്കുവാന്ന് ഗവൺമെന്റിന്റെ ജോലി. അത് കേന്ദ്ര ഗവൺമെന്റ് ഇത് പറഞ്ഞ് പണം മേടിച്ചാണ് കിറ്റ് കൊടുക്കുന്നത്. ഇത് നോർമലായിട്ട് ചിന്തിക്കുക. കേരളത്തിന് മറ്റുള്ള സ്റ്റേറ്റിനില്ലാത്ത എന്തോ കൊമ്പുണ്ടോ ഇവിടെ? ഒന്നാമത് ഇൻഡസ്ട്രി ഇല്ല, ഒരു GDP ആണെങ്കിൽ വളരെ മോശം, ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ല. എല്ലാം പുറത്ത് പോയി ജോലി ചെയ്താൽ കഴിയുന്നത്, ജീവിച്ച് ഇങ്ങോട്ട് പണം വാങ്ങിക്കുന്നത്. ഒരു പറയുന്നതിനൊരു മാന്യത വേണ്ടായോ? സോ സ്റ്റുപ്പിഡ്. അതായത് ഈ സംഭവം ചെയ്യണം,
അതായത് ഗവൺമെൻറ്റിന് പ്ലാനുണ്ട്, ആൾക്കാർക്ക് വീട്. സോ അവരുടെ കൂടെ തന്നെയാണ് ഞാൻ. ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കുക, ഗവൺമെൻറ് ചെയ്യണ്ട. അപ്പോൾ അവരോട് പറയും ഇത്ര കോടി രൂപ ഇത്ര വീടുണ്ടാക്കണം. എത്രയോ പേര് തയ്യാറായി വന്നിട്ടുണ്ട്. ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക. അപ്പം ഇനി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ കേന്ദ്രത്തിന് പറയുമ്പോൾ മാക്സിമം 100 കോടിയും കൂടെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നാളെ ഇഷ്യൂ ആവുക. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, കേരളത്തിലെ മീഡിയ വലിയ ഹൈലൈറ്റ് ചെയ്യുന്നു. കോടതിയിൽ പോവും, സുപ്രീം കോടതിയിൽ പോവും, ആ കോടതിയിൽ പോവും. ഏതെങ്കിലും ഇന്ത്യൻ കോടതി ഒറ്റ വാക്ക് ആലോചിച്ച് നോക്കുക. ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും അവർ വിധി പ്രസ്താവിക്കുവോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത്ര കോടി രൂപ കേരള ഗവൺമെന്റ് കൊടുക്കണം? കോപ്പ ഒരിക്കലും നടക്കത്തില്ല. നിങ്ങളിന്ന് വരെ പറയും ഏതെങ്കിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെന്റിനോട് ഇന്ന ഗവൺമെന്റിന് ഇത്ര കോടി രൂപ കൊടുക്കണം? പറയത്തില്ല. അവർ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് വരുന്നത് ചർച്ച നടത്തി തീരുമാനിക്കണം. പെട്ടെന്ന് സ്വയമേ കേസെടുക്കുന്നു. എന്തിനാ ഈ ഹൈക്കോടതി സ്വയമേ കേസെടുക്കുന്നത്? ഇപ്പം ഇതിനകത്തൊക്കെ ചില കാര്യം, ഞാൻ ഡൽഹി ഒരു നിവാസി ആയതുകൊണ്ട് എങ്ങനെയാണ് ബ്യൂറോക്രസി വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അയാളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ധാരണയുണ്ട്. ഈ പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രിയും കേന്ദ്രത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രി ഒരേ സംഭവമാണ്. അപ്പം കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ഒരേ പവർ അല്ല. കേരളം എന്ന് പറഞ്ഞൊരു ചെറിയ സ്റ്റേറ്റ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നൊരു ഏറ്റവും പവർഫുൾ പോസ്റ്റാണ്. ഒരു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരിക്കലും ഒന്നല്ല. പ്രധാനമന്ത്രി ഭയങ്കര പവർഫുൾ ആണ്. മുഖ്യമന്ത്രിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവറേ ഉള്ളൂ. ആദ്യം തലയിലിട്. അമിത്ഷാ എന്ന് പറയാൻ 24 മണിക്കൂറും തെറി വിളിക്കുന്നു, മോദി 24 തെറി വിളിക്കുന്നു, എപ്പോഴും സമരം നടത്തുന്നു. നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവുന്നേ? ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ കർണാടക കേന്ദ്രത്തിന് ഇതിന് വലിയ പ്രക്ഷോഭമായിട്ട് പോയി. ഇപ്പോഴെന്തോരും മിണ്ടാതെ? അവർക്കറിയാം ഇത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഫർദർ ഇത് ഡിലേ ചെയ്യും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. നിങ്ങൾ തെറി വിളിക്കുന്ന ആളവിടെ, അയാളെ നിങ്ങൾ പോയി കണ്ടിട്ട് ഇത് മൈൻഡ് ചെയ്യത്തില്ല. ഈ പറയുന്ന ഉദ്യോഗസ്ഥരോട് തന്നെ പറയും കുറച്ച് കഴിയട്ടെന്ന് പറയും. ഏതായാലും തെറി വിളിക്കട്ടെ. ഇപ്പോൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡൽഹിയിലിരിക്കുന്ന പല ഉദ്യോഗസ്ഥരെ എനിക്കറിയാം. അവർക്ക് ഈ കോടതി പോയിട്ട് അവരുടെ റിപ്ലൈ കേന്ദ്ര ഗവൺമെന്റ് ഫയൽ ചെയ്യണം. അവന് തലവേദനയായത്. ഇതിനകത്ത് വേണ്ടത് ഈ ബ്യൂറോക്രാറ്റായിട്ട് ഇതേപോലെ അവരുടെ ആ കേന്ദ്രത്തിലിരിക്കുക. എല്ലാം പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന് പോയവരാ. കേരളത്തിലെ സിവിൽ സർവീസ് സീനിയർ ഓഫീഷ്യൽസ് ഉണ്ട്, ഇവരുടെ ബാച്ച്മേറ്റ് ഉണ്ട്. ഇപ്പം ഇത് ബേസിക്കലി ഉദ്യോഗസ്ഥ തലത്തിലാണ് തീർക്കേണ്ടത്. KV തോമസ് ഈ പറയുന്ന ഒരു അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും. അവിടെ സെക്രട്ടറിയുടെ താഴെയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ചുമതലയുള്ള ഈ ദുരിതാശ്വാസം എന്നൊക്കെ പറയുന്ന സംഭവം അയാൾ നേരിട്ട് പോയി കാണുന്നില്ല. കാരണം അയാൾ നേരെ കേന്ദ്രമന്ത്രിയായിരുന്നു. ഇയാൾ പോയിട്ട് അമിത്ഷായ്ക്ക് ഒരു ലെറ്റർ കൊടുക്കും, അമിത്ഷാ അങ്ങോട്ട് കൊടുക്കും. ഇതിനേക്കാൾ ഉപരി ഉദ്യോഗസ്ഥ തലത്തിൽ ഇവരുടെ ബാച്ച്മേറ്റ് ഇവര് കാരണം ഇവിടെ ഉള്ള അവരുടെ ബാച്ച്മേറ്റ് അവിടെ കാണും. അപ്പം ആ ഒരു ബന്ധം ഉണ്ടാക്കി. അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 2018 വലിയ ഇതുണ്ടായി, വെള്ളപ്പൊക്കം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് മിനിസ്ട്രി സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അന്ന് ഉണ്ടായിരുന്നൊരു ഉദ്യോഗസ്ഥൻ, പുള്ളിയുടെ ബാച്ച്മേറ്റ് ആയിരുന്നു, പുള്ളിയുടെ വലിയ സുഹൃത്താണ്. അപ്പം ഈ ഉദ്യോഗസ്ഥന്മാർ ശരിക്കും ലൈസൺ ചെയ്യണം ഈ സംഭവം. അതായത് ഇവിടുത്തെ ഉണക്ക സഖാക്കളല്ല ലൈസൺ ചെയ്യാൻ പോകണം. അവർക്കറിയാം അവരുടെ ബാച്ച്മേറ്റാണ്, ഇവർക്ക് അന്യോന്യം അറിയാം, ഇവർ പേഴ്സണൽ സുഹൃത്തുക്കളാണ്. ഇത് പ്രോപ്പറായിട്ട് ഇതൊക്കെ സിവിൽ സർവീസിൽ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നൊരു പോയിന്റാണ്. കാരണം എങ്ങനെ ലൈസൺ ചെയ്ത് കൺവിൻസ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ അവിടുന്ന് വരുമ്പോൾ അവനെ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവൻ തലതിരിച്ച് എഴുതും. അപ്പം ആ സമയത്ത് ഇതൊക്കെ സന്ദർശിക്കാൻ വന്നൊരു ടീമുണ്ട്. അപ്പോൾ അവരെ കൂടെ കൊണ്ട് കിടന്ന് സംഭവം ഇതെല്ലാം ഗവൺമെൻറ് ഇതാണ്, പക്ഷെ അവരെ കൂടെ കൊണ്ട് കൺവിൻസ് ചെയ്യണം. അവസാനം ഇവിടെ നിങ്ങളൊക്കെ ഒപ്പിച്ച് സുഹൃത്തുക്കളോടൊക്കെ ഒപ്പിച്ച് അവർ നല്ല മദ്യവും മേടിച്ച് കൊടുക്കണം, ബ്ലൂ ലേബലൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് പല ആൾക്കാരും ഈ കേരളത്തിന് പല ഫണ്ടുകൾ ഒപ്പിച്ചെടുത്തത്. കാരണം എനിക്ക് പല സിവിൽ സർവീസ് ഓഫീസേഴ്സിനെ നേരിട്ടറിയാം. അവരവരുടെ സുഹൃത്തുക്കളോട് അവിടെ 2-3 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ കൺവിൻസ് ചെയ്യുന്നത്? അല്ലാതെ ഇവിടെ 24 മണിക്കൂർ സമരമാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുക, പവർഫുൾ പോസ്റ്റിൽ. അപ്പം നിങ്ങൾ എന്നോ കൊണ്ടൊരു കാര്യങ്ങൾ സാധിക്കണം.
എന്നെ 24 മണിക്കൂറും തെറിയും സമരവും വിളിച്ചിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു ഫയൽ സൈൻ ചെയ്യാൻ വരുമ്പോൾ അത് ഞാൻ ആലോചിക്കത്തില്ല, എന്നെ എപ്പോഴും തെറി വിളിക്കുക, ആ തെണ്ടി കുറച്ച് ആൾ കിടക്കട്ടെ. അത് നോർമലായിട്ടുള്ള മനുഷ്യൻ്റെ സംഭവമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ജനറലായിട്ടുള്ളത് ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ കേരളത്തിലെ മൊണ്ണ മീഡിയയുടെ ധാരണയുണ്ട്, ഇവിടെ ഒരു സ്റ്റോറി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അമിത്ഷായും മോദിയും പുല്ല ഒരു മൈൻഡും ചെയ്യും. കാരണം കേരളത്തിൽ മലയാളത്തിൽ പോകുന്നൊരു സ്റ്റോറി അവിടെ ചെല്ലുമ്പോൾ അത് ഒരു സ്റ്റോറി ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അവിടുത്തെ PIB ഒക്കെ എടുത്ത് ഇത് നോട്ടീസ് ചെയ്ത് പറയുമ്പോൾ ഒരാഴ്ച എടുക്കും. കാരണം മലയാളം മീഡിയ എന്ന് പറയുന്നത് ഈ നാഷണലിലാരെ മൈൻഡ് ചെയ്യാത്ത സാധനമാണ്. അവർക്ക് ഒന്നാമത് നാഷണൽ മീഡിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി, പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ബംഗാളി, പിന്നെ രണ്ടാമത് മറാഠി, തമിഴ്. ഇതിൻ്റെയൊക്കെ ഏറ്റവും താഴെ കിടക്കുന്ന മലയാളം മീഡിയ. ഈ മലയാളം ജേർണലിസ്റ്റുകൾക്ക് അവിടുത്തെ കേന്ദ്രമന്ത്രിമാർ ഇൻ്റർവ്യൂ കൊടുക്കും, നിങ്ങൾക്ക് അറിയും, മൈൻഡ് പോലും ചെയ്യാറില്ല. ഇപ്പം ഇവിടുത്തെ മൊണ്ണ ജേർണലിസ്റ്റുകളുടെ ധാരണ ഇവരൊരു സ്റ്റോറി ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തോ സംഭവമാവുന്ന. പിന്നെ അതിൻ്റെ അത് സംഭവമുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന സംഭവം PIB ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുമ്പോൾ അത് പറഞ്ഞുതരാം, എന്താ കിടക്കട്ടെ, അവൻ കുറച്ച് ആളോട് കിടക്കട്ടെ എന്ന് വിചാരിക്കും. ഇതാണ് ഉണ്ടാകുന്നത്. ആദ്യം പ്രോപ്പറായിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പഠിക്കുക. എങ്ങനെ നേടിയെടുക്കണം. അതിൻ്റെ അത് ഉമ്മൻചാണ്ടി ഭയങ്കര വില്ലനായിരുന്നു. ഉമ്മൻചാണ്ടി ആരുടെ കാലയെ ഇവരൊന്നും തെറി വിളിക്കാൻ പോകുന്നില്ലല്ലോ, ആരുടെയെങ്കിലും കാലയെ പിടിച്ച കാര്യം നടത്തി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. കാരണം അയാൾക്ക് ജനങ്ങളുമായിട്ട് ഭയങ്കര കമ്മിറ്റഡ്. ഈ ഇരട്ടച്ചങ്ങനെ അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അത് അല്ലായിരുന്നുവെങ്കിൽ ഈ സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ലൈസൻസ് ചെയ്യിപ്പിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, എന്താണ് ഇതിൻ്റെ ആവശ്യം. അല്ലാതെ 24 മണിക്കൂർ അവർ അയാൾക്കെതിരെ സമരം ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എടുത്ത് തോട്ടിക്കളയും. ഞാനും അങ്ങനെ ചെയ്തുള്ളൂ, നിങ്ങളും അങ്ങനെ ചെയ്യുന്നത്. ഇത് മാത്രമാണ്. അല്ലാതെ കേരളത്തിന് കിട്ടാനുള്ളൊരു കോപ്പും അവിടെ തടഞ്ഞു വെച്ചിട്ടില്ല. ഇവിടെ ഉണ്ടാക്കുന്ന ഈ കപടത കൊണ്ടും കള്ളത്തരവും കൊണ്ട് ഇത് ഫർദർ ഡിലേ ആകാനുള്ള സാധ്യതയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്.